നമസ്കാരം. പ്രധാന വാർത്തകൾ. കെ.വി. അബ്ദുൽ ഖാദർ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി. കുന്നംകുളത്ത് ചേർന്ന ജില്ലാ സമ്മേളനമാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. യുവജന രംഗത്ത് കൂടി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ കെ.വി. അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും LDF ജില്ലാ കൺവീനറുമാണ്. പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനുമാണ്. 2006 മുതൽ 2021 വരെ ഗുരുവായൂർ MLA ആയിരുന്നു. 1991 മുതൽ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമാണ്. 1997 മുതൽ പാർട്ടി ഏരിയ സെക്രട്ടറിയായി. തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗമായും സെക്രട്ടേറിയറ്റ് അംഗമായും മാറി. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ്, BD വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ടവറിനെതിരെ പ്രതിഷേധം ശക്തം. നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷം. കോഴിക്കോട് ചാലിക്കരയിലാണ് മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിച്ച നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത്. പ്രതിഷേധത്തിനിടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താനും ശ്രമം നടന്നു. പ്രദേശവാസിയായ രവീന്ദ്രനാണ് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അയാളെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെട്രോൾ കുപ്പി പിടിച്ചു വാങ്ങുന്നതിനിടെ പെട്രോൾ കണ്ണിൽ വീണ് പേരാമ്പ്ര ഇൻസ്പെക്ടർക്കും പരിക്കേറ്റു. പ്രതിഷേധിച്ച 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പോലീസ് സുരക്ഷയോടെ ടവർ നിർമ്മാണം തുടങ്ങാൻ ശ്രമിച്ചപ്പോഴായിരുന്നു സംഘർഷം. എറണാകുളത്ത് യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമം. ആലുവ UC കോളേജിനടുത്താണ് സംഭവം. തൊട്ടടുത്ത കടയിൽ ഓടിക്കയറിയ യുവതി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ചൂണ്ടി സ്വദേശിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മുപ്പത്തടം സ്വദേശിയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുക്കുമെന്ന് ആലുവ ഈസ്റ്റ് പോലീസ് അറിയിച്ചു. മുപ്പത്തടം സ്വദേശി അലിയാണ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. കുപ്പിയുടെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങി 8 മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. കോഴിക്കോട് പൊക്കുന്ന് അബീന ഹൌസിൽ നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദാണ് മരിച്ചത്. നിസാറിന്റെ ഭാര്യ വീട്ടിൽ വെച്ചാണ് സംഭവമുണ്ടായത്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കുഞ്ഞു മരിച്ചിരുന്നു. കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിസാറിന്റെ മൂത്ത മകനും 2 വർഷം മുമ്പ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചിരുന്നു. ചൂട് കനക്കുന്നു. സംസ്ഥാനത്ത് ജോലി സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണർ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ തൊഴിലാളികൾക്ക് വിശ്രമം നൽകണമെന്നാണ് ലേബർ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാവിലെ 7-നും വൈകിട്ട് 7-നും ഇടയിൽ 8 മണിക്കൂറാക്കി ജോലി സമയം ക്രമീകരിക്കണമെന്നാണ് ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 11 മുതൽ മെയ് 10 വരെയാണ് നിയന്ത്രണം. തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. നിർമ്മാണ മേഖലയിലും റോഡ് നിർമ്മാണ ജോലിക്കിടയിലും കർശനമായി സമയക്രമീകരണം നടപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന താപനില മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്.